ഈ ലാസ്റ്റത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം വീണ്ടും റെന ഫാത്തിമയുടെ ഒരു ഊർജ്ജമൊക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ ഇനി അനുമോൾ എങ്ങാനും പറയുന്നത് ശരിയാണോ എന്ന് കരുതി അനുമോളുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ നൈസായിട്ട് ജിസേലിനെ പോലും ഒഴിവാക്കി മൈൻഡ് ആക്കാതെ നടക്കുകയുമൊക്കെ ചെയ്ത റെന ഫാത്തിമയെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോൾ പറഞ്ഞത് സത്യമല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ അനുമോൾ പുറത്ത് നെഗറ്റീവ് ആയിരിക്കുമെന്ന് കരുതിയിട്ട് നൈസായിട്ട് റെന ഫാത്തിമ ഇപ്പോൾ മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജിഷിനോടൊക്കെ പറയുന്നുണ്ട്, നീ അനുമോളുടെ സാരിത്തുമ്പിൽ നടന്നോ എന്നൊക്കെ ജിഷിനോട് വഴക്കിടുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ചുമ്മാ ചൊറിയാണ്, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ജിസേലിൻ്റെ കേസോട് കൂടി അനുമോൾ പുറത്ത് നെഗറ്റീവ് ആണെന്നാണ്. അതായത് ആർക്കാണോ ഫാൻസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നത് അവരെ താങ്ങി നടക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ കുറേ കണ്ടസ്റ്റൻസ്. അതിലൊരാളാണ് റെനയും. ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്നതിന് പകരം ഇപ്പോൾ അപ്പാനി ഗ്രൂപ്പും അതുപോലെ ജിസേലും ഒക്കെ പുറത്ത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കി അവരെ കൂടെ നിൽക്കുന്നു. ഇനി അവർ നെഗറ്റീവ് ആണെന്ന് തോന്നിയാൽ നൈസായിട്ട് മറുകണ്ഠം ചാടും. ഇതാണ് നമ്മുടെ റെന ഫാത്തിമയുടെ ഒക്കെ ബിഗ് ബോസ് വീട്ടിലെ ഒരു ഗെയിം എന്ന് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.